മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മേപ്പയൂർ സലഫിയ അസോസിയേഷൻ എ.വി. ചെയർ അറബിക് കോളേജും ITI സംയുക്തമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സലഫിയ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി A.V. അബ്ദുള്ള ഹാജി ഉദ്ഘാടനം ചെയ്തു. മേപ്പയൂർ സലഫിയ അസോസിയേഷൻ എ.വി. ചെയർ അറബിക് കോളേജും ITIയും സംയുക്തമായി ജീവിതം, അറിവ്, തിരിച്ചറിവ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സലഫിയ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി A.V. അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പള്ളി ദർസുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദീനീ വിദ്യാഭ്യാസം അത് മദ്രസാ പ്രസ്ഥാനത്തിലൂടെ വരികയും അത് അറബിക് കോളേജിലേക്ക് വഴിമാറുകയും ചെയ്ത ഇതിന് മുഖ്യ പങ്ക് വഹിച്ച ഇസ്ലാമിക് പ്രസ്ഥാനം എന്ന് അന്നറിയപ്പെട്ടിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മേപ്പയൂർ പോലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ ആവിർഭാവം ഉണ്ടായത്. 74 കാലഘട്ടത്തിലൊക്കെ നഗര കേന്ദ്രീകൃതമായി മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നു വന്ന കാലത്ത് എൻ്റെ പിതാവും അദ്ദേഹത്തിനോട് ഒന്നിച്ചുള്ള സഹപ്രവർത്തകരും കൂട്ടായും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഏജൻസിയുടെ പിന്നിൽ നടത്തിവരുന്നത്. അറബിക് കോളേജ് എന്ന് പറയുമ്പോൾ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് എന്ന് മാത്രമല്ല, അതിൽ സമുദായത്തിനും സമൂഹത്തിനും നാടിനും ഗുണകരമായ നിരക്കുള്ള ആളുകളെ വളർത്തിയെടുക്കുക എന്നുള്ള നിരക്കായിരുന്നു ഇതിന്റെ ആവിർഭാവം. സലഫിയ അറബിക് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഫസലുല്ല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊയിലാണ്ടി പോലീസ് ASI റഖീബ് മണിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. വൈകുന്നേരമായപ്പോൾ രണ്ടാളും ദൗത്യവുമായി തിരിച്ചു വന്നു. രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്താ കൊണ്ടുവന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ പാഴ്വസ്തുക്കളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരാൾ ചോദിച്ചു, നിങ്ങൾ എന്താ കൊണ്ടുവന്നത്? ഞാൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല വസ്തുക്കളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തെ നോക്കിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരാളായിരുന്നു ബഹുമാന്യനായ A.V. അബ്ദുള്ള ഹാജി. അദ്ദേഹം കൊണ്ടുവന്നതൊന്നും പാഴ്വസ്തുക്കളോ പാഴ്വാക്കുകളോ ആയിരുന്നില്ല. സലഫിയ അസോസിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ പ്രൊഫസർ ഹസൻ CK, സലഫി TTI പ്രിൻസിപ്പാൾ അജയ് ആവള, അഷ്റഫ് അലി മദനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സലഫി ITI റാഷിദ് ഫാനു സ്വാഗതവും ഷാബിഹ് പുള്ളൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.